ഉരുൾപൊട്ടലിൽ 19 പേരുടെ ജീവനെടുത്ത കുറാഞ്ചേരി ദുരന്തത്തിന് 2024 ഓഗസ്റ്റ് 16-ന് 6 വയസ്സ്. അപ്രതീക്ഷിതമായ മണ്ണിടിച്ചിലിൽ നിമിഷനേരം കൊണ്ട് തകർന്നു തരിപ്പണമായ ദുരന്തഭൂമിക്ക് ഇന്ന് സുന്ദരമുഖം കൈവന്നിരിക്കുകയാണ്. സർക്കാരിനൊപ്പം വടക്കാഞ്ചേരി നഗരസഭയും തെക്കുംകര ഗ്രാമപഞ്ചായത്തും കൈകോർത്തതോടെയാണ് കുറാഞ്ചേരി എന്ന മലയോര ഗ്രാമം ഇന്ന് മുന്നേറുന്നത്. 2018 ആഗസ്റ്റ് 16 കുറാഞ്ചേരി നിവാസികൾക്ക് ഭയത്തോടെയല്ലാതെ ഓർത്തെടുക്കാനാവില്ല. ഒരുപാട് കുടുംബങ്ങളുടെ പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും മീതെ പ്രകൃതി താണ്ഡവമാടിയ കുറാഞ്ചേരി മണ്ണിടിച്ചിൽ. സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് ഉറങ്ങാൻ കിടന്നവർ സുപ്രഭാതത്തിൽ ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്ക് വീണു. കുട്ടികൾ ഉൾപ്പെടെ 19 പേരാണ് ഇവിടെ മരിച്ചു വീണത്. 4 വീടുകൾ പൂർണ്ണമായും തകർന്നടിഞ്ഞു. നിരവധി വാഹനങ്ങൾ മണ്ണിനടിയിൽപ്പെട്ടു. മല മീറ്ററുകളോളം താഴേക്ക് കുതിച്ച് പാഞ്ഞെത്തി സംസ്ഥാന പാതയും പിന്നിട്ട് റെയിൽപാളം വരെ എത്തി. ദിവസങ്ങളോളം ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. 50ഓളം മണ്ണുമാന്തി യന്ത്രങ്ങൾ രാവും പകലും പണിയെടുത്താണ് നൂറുകണക്കിന് ലോഡ് മണ്ണ് നീക്കം ചെയ്തത്. മേഖലയാകെ ദിവസങ്ങളോളം ഇരുട്ടിലായി. ദുരന്തം പിന്നിട്ട ശേഷം ജനകീയ കൂട്ടായ്മയുൾപ്പെടെ ഉപയോഗപ്പെടുത്തി പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. ആധുനിക കുറാഞ്ചേരി ഇന്ന് വീണ്ടെടുപ്പിന്റെ പാതയിലാണ്. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് മേഖലയിലാണ് നാശങ്ങളേറെയും സംഭവിച്ചത്. സംസ്ഥാന പാത ഉൾപ്പെടെ ലക്ഷങ്ങൾ മുടക്കി റോഡ് നവീകരിച്ചു. വൈദ്യുതി വിതരണവും കുടിവെള്ള വിതരണ സംവിധാനവും പൂർവ്വസ്ഥിതിയിലാക്കി. കാനകൾ പുനർനിർമ്മിച്ചു. ദുരന്തത്തിൽ മരണമടഞ്ഞ മോഹനേട്ടന്റെ പച്ചക്കറിക്കടയും ദുരന്തമുഖത്തെ ദീപ്തസ്മരണയായി നിലകൊള്ളുന്നു. തകർന്നടിഞ്ഞ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും പൊതുകിണറും ആധുനിക രീതിയിൽ പുനർനിർമ്മിച്ചു. ദുരന്തഭൂമിയുടെ മുഖച്ഛായ മാറ്റി. പച്ചപ്പണിയിക്കാൻ കർഷകരുടെ നേതൃത്വത്തിൽ 100 കണക്കിന് വാഴകളും മറ്റും കൃഷി ചെയ്തിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണാധികാരികൾക്കും സർക്കാരിനും നന്ദി രേഖപ്പെടുത്തിയാണ് കുറാഞ്ചേരിയിലെ ജനങ്ങൾ.